കേരളത്തിലെ കോൺഗ്രസിന്റെ അതികായനായ നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കേരളക്കരയിൽ സമാനതകളില്ലാത്തതായിരുന്നു. മക്കൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ വഴിയെ തന്നെ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. മകൾ പത്മജ വേണുഗോപാലും മകൻ കെ മുരളീധരനും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന നേതാക്കളായിരുന്നു. ഇടക്കാലത്ത് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറി. പത്മജയുടെ BJP പ്രവേശനം സംഘപരിവാർ ശക്തികൾ കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ആയുധമായി ഉപയോഗിച്ചു. കെ കരുണാകരൻ താമസിച്ചിരുന്ന തറവാട്ട് വീട്ടിലാണ് പത്മജ വേണുഗോപാൽ താമസിക്കുന്നത്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് ഈ പറമ്പിലാണ്. അങ്ങനെയുള്ള പൈതൃകം പേറുന്ന പത്മജ വേണുഗോപാലിനെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയം പറയുന്നത് BJPക്ക് സ്വാഭാവികമായും ഗുണമാണ്. ആ തിരിച്ചറിവ് തന്നെയാണ് BJPയെ പത്മജയിലേക്ക് എത്തിച്ചത്. ഇടക്കാലത്ത് ഡൽഹിയിൽ ഗവർണർ പദവിയിൽ ഉൾപ്പെടെ അവരെ പരിഗണിക്കും എന്ന നിലയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും പിന്നീട് അതെല്ലാം നടക്കാതെ പോവുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ BJPക്കുള്ളിൽ പെട്ടെന്ന് വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിൽ വലിയ എതിർപ്പുണ്ട്. സമീപകാലത്ത് BJP നൽകിയ ഉന്നത സ്ഥാനങ്ങൾ പലതും പെട്ടെന്ന് BJPയിലേക്ക് വന്നവർക്കായിരുന്നു. ഇപ്പോൾ നടത്തപ്പെട്ട പുനഃസംഘടനയിലും പാർട്ടിയിൽ പുതുതായി വന്നവർക്ക് എല്ലാം സ്ഥാനങ്ങൾ വാരിക്കോരി നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തൃശൂരിലെ ഒരു പാർട്ടി പരിപാടിയിൽ പത്മജ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ തൃശൂരിലെ രാഷ്ട്രീയ കളരിയിൽ ചർച്ചാ വിഷയം. കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അത്തരത്തിലുള്ള ചില സൂചനകൾ പത്മജ വേണുഗോപാൽ പുറം ലോകത്തോട് പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ളവർ മുതൽ പ്രാദേശിക തലങ്ങളിലുള്ളവർ വരെ BJPയിലേക്ക് ചേക്കേറുമെന്നായിരുന്നു പത്മജ പറഞ്ഞത്. പത്മജയുടെ വഴിയെ പത്മജ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ വനിതകൾ BJPയിലേക്ക് ചേക്കേറിയാൽ അത് കോൺഗ്രസിന് നൽകുന്ന ക്ഷീണം വളരെ വലുതാവും. ശശി തരൂർ MPയെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കെ കരുണാകരനെ കണ്ടു വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ടെന്ന് തുറന്നടിച്ചുകൊണ്ടായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ടത്. മക്കളെ പുകച്ചു പുറത്തു ചാടിക്കലായിരുന്നു അവരുടെ ഉദ്ദേശം. തന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു. അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണെന്നും പത്മജ അന്നേ പറഞ്ഞിരുന്നു. കെ മുരളീധരനും പാർട്ടിയുമായി കാലങ്ങളായി അത്ര രസത്തിലല്ല. എന്നിരുന്നാലും താൻ ജീവൻ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ആയി തന്നെ ജീവിക്കുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. മുൻപ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്നപ്പോഴും BJP അത് രാഷ്ട്രീയമായി ഏറെ ഉപയോഗിച്ചിരുന്നു. അതിന്റെ പ്രകമ്പനം കോൺഗ്രസ് പാളയത്തിൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളെയും BJP തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത്. പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയായിരുന്നു. ഏറെക്കാലമായി കെ കരുണാകരനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു സുരേഷ് ഗോപി. ഇപ്പോഴും താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് കെ കരുണാകരൻ തന്നെയെന്ന് ആവർത്തിച്ചു പറയാനുള്ള ആളാണ് സുരേഷ് ഗോപി. തൃശൂർ രാഷ്ട്രീയത്തിൽ പത്മജയ്ക്ക് എല്ലാ പിന്തുണയുമായി സുരേഷ് ഗോപി ഒപ്പമുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന 2 നഗരസഭകളാണ് തൃശൂരും തിരുവനന്തപുരവും. ഇപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന കരുണാകരനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ തൃശൂർ നഗരസഭാ പരിധിയിലുണ്ട്. അങ്ങനെയുള്ള തൃശൂർ നഗരസഭയിൽ കെ കരുണാകരന്റെ മകളെ മത്സരിപ്പിച്ചാൽ അത് ഗുണം ചെയ്യുമെന്ന് BJP കരുതുന്നു. BJP പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാകും പത്മജ മത്സരിക്കുക. ഏതെങ്കിലും ഒരു വിജയ സാധ്യതയുള്ള വാർഡിൽ നിന്നും വിജയിപ്പിക്കുകയും പിന്നീട് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയുമാണ് BJPയുടെ ലക്ഷ്യം. അതേസമയം പദവിയിലേക്ക് എത്താൻ കഴിയാതെ വാർഡിൽ തന്നെ പരാജയപ്പെട്ടു പോയാൽ പത്മജയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തന്നെ അന്ത്യമായിരിക്കാം അത്. ഏതായാലും പത്മജയെ കാട്ടി പരമാവധി കോൺഗ്രസ് വോട്ടുകൾ പോലും തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്തുകയാണ് BJPയുടെ ലക്ഷ്യം.